ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റത്തിലെ മൂന്നാമത്തെ മൊഡ്യൂള് ഇഗ്നീഷൻ സിസ്റ്റമാണ്. ആൾറെഡി നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂള് ബാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇഗ്നീഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലെ പാർട്ട് 1 നമുക്ക് പോവാം. അപ്പോൾ എന്താണ് ഇഗ്നീഷൻ സിസ്റ്റം? ഒരു SI എൻജിൻ അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ്റെ കേസിൽ അത് സ്പാർക്ക് ഇഗ്നൈറ്റഡ് എൻജിനാണ്. അഥവാ അത് ഫ്യൂൽ കമ്പഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ബേണിംഗ് ഓഫ് ഫ്യൂൽ നടക്കണമെങ്കിൽ, ഫ്യൂൽ കത്തണമെങ്കിൽ നമ്മൾ സ്പാർക്ക് കൊടുക്കണം. അപ്പോൾ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സറിലേക്ക് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് നമ്മൾ ചെറിയ സ്പാർക്ക് കൊടുക്കുമ്പോഴാണ് അത് ഇഗ്നൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ടൈപ്പ് എൻജിനെയാണ് നമ്മൾ SI എൻജിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നൈറ്റഡ് എൻജിൻ എന്ന് പറയുന്നത്. നേരെ വെച്ച് ഡീസൽ എൻജിൻസ് ആണെങ്കിൽ CI എൻജിൻസ് ആണ്, കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻസ് ആണ്. അവിടെ എയറിനെ കംപ്രസ് ചെയ്തിട്ട് ആ എയറിൻ്റെ ടെമ്പറേച്ചറുണ്ട്, കംപ്രസ് ചെയ്ത് എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൊണ്ടാണ് അതിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുമ്പോൾ ഡീസൽ കത്തുന്നത്. എന്നാൽ പെട്രോൾ എൻജിൻസ് എന്ന് പറയുന്നത് കംപ്രസ് ചെയ്ത ടെമ്പറേച്ചർ കൊണ്ടല്ല, അതിൻ്റെ കൂടെ നമ്മൾ ആ കംപ്രസ് ചെയ്ത എയർ ഫ്യൂൽ മിക്സറിലേക്ക്, അഥവാ പെട്രോൾ എൻജിൻസിലാകുമ്പോൾ നമ്മൾ എയറും ഫ്യൂലും എൻജിൻ്റെ അകത്തേക്ക്, അഥവാ ചാർജിന് എൻജിൻ്റെ അകത്തേക്ക് സക്ക് ചെയ്തെടുത്തിട്ട് കംപ്രസ് ചെയ്ത് ആ കംപ്രസ് ചെയ്ത എയർ ഫ്യൂൽ മിക്സറിനെ നമ്മൾ സ്പാർക്ക് കൊടുത്തിട്ടാണ് ബേണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഇഗ്നീഷൻ അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേണിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇഗ്നീഷൻ സിസ്റ്റം എന്തിനാണെന്ന് വെച്ചാൽ SI എൻജിൻസിൽ നമ്മൾ കംപ്രഷൻ സ്ട്രോക്കിൽ ഫ്യൂലിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ, എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഗ്നീഷൻ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫങ്ഷൻ ഓഫ് ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് സ്പാർക്ക് ഇൻ ദ എൻജിൻ സിലിണ്ടർ towards the end of the compression stroke in an SI engine. ഒരു SI എൻജിന് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡ് ആവാൻ സമയത്ത് സിലിണ്ടറിൻ്റെ അകത്ത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഇഗ്നൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. ഇനി നമ്മൾക്ക് ടൈപ്സ് ഓഫ് ഇഗ്നീഷൻ സിസ്റ്റം നോക്കാം. ടൈപ്സ് ഓഫ് ഇഗ്നീഷൻ സിസ്റ്റം. അപ്പോൾ ഇഗ്നീഷൻ സിസ്റ്റത്തെ ബ്രോഡ്ലി നമുക്ക് കൺവെൻഷണൽ ഇഗ്നീഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റം അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്തിരുന്ന ടൈപ്പ്, അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം, നെക്സ്റ്റ് മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റം. എന്നാൽ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള എൻജിൻസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റത്തിൽ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ മൂന്നാമതൊരു ടൈപ്പ് കൂടെ പറയാറുണ്ട്. സാധാരണ 2 ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടർ ലെസ് ടൈപ്പ് ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റം, പിന്നെ ഒരു CDI കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നീഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇനി ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് കാറുകളിലും ബൈക്കുകളിലൊക്കെ ഈ ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റം വരുന്നതിന് മുന്നേ യൂസ് ചെയ്തിരുന്നതാണ് ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൽ ഉള്ള കമ്പോണൻസ് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു ബാറ്ററി ഉണ്ടാവും. ബേസിക്കലായിട്ട് ഈ ബാറ്ററിയാണ് പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഇഗ്നീഷൻ സ്വിച്ച്. നമ്മൾ സാധാരണ കീയിലാണ് ഇഗ്നീഷൻ സ്വിച്ച് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കീ ഓൺ ചെയ്യുമ്പോഴാണ്, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കീ ഓൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ബാറ്ററിയിൽ നിന്ന് സപ്ലൈ പോകുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ ഒരു കമ്പോണൻ്റാണ് ഇഗ്നീഷൻ കോയിൽ. ഇതാണ് ഇഗ്നീഷൻ കോയിൽ എന്നുള്ളത്. ഇതൊരു ബേസിക്കലി ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ്. അഥവാ നമ്മൾ കൊടുക്കുന്ന
ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന ലോ വോൾട്ടേജിനെ വളരെ ഹൈ വോൾട്ടേജ് ആയിട്ട് അഥവാ സ്പാർക്ക് പ്ലഗിലേക്ക് ആ സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്രൗണ്ട് ഇലക്ട്രോഡിൻ്റെയും സെൻട്രൽ ഇലക്ട്രോഡിൻ്റെ ഇടയിലുള്ള എയർ ഗ്യാപ്പിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായി ഏകദേശം 20,000 അല്ലെങ്കിൽ 28,000 30,000 വരെ റേഞ്ചുള്ള ഹൈ വോൾട്ടേജ് ആയിട്ട് നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള 12 വോൾട്ടിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ തന്നെയാണ് ഈ ഇഗ്നീഷ്യൻ കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഥവാ ഈ ഒരു ബാറ്ററി കോയിൽ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നീഷ്യൻ കോയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ അകത്തൊരു കണ്ടൻസർ ഉണ്ട്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററാണ്. ഓരോന്നിൻ്റെയും ഫങ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് സാധാരണ 12 വോൾട്ട് DC ആണ്, ഡയറക്റ്റ് കറണ്ടാണ് കിട്ടുക. ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സിൽ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൽ ജസ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഡയറക്റ്റ് ഫ്ലക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് അഥവാ ഫ്ലക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത് സെക്കൻഡറിയിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഡയറക്റ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇവിടെ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആൾട്ടർനേറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഈ സർക്യൂട്ടിനെ മെയ്ക്ക് ആൻഡ് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്ലക്സ് ചേഞ്ചിങ് വരുത്തിയിട്ടാണ് സെക്കൻഡറിയിലേക്ക് മ്യൂച്വൽ ഇൻജക്ഷൻ വഴി സെക്കൻഡറിയിലേക്ക് വോൾട്ടേജിനെ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നത്. ഓക്കെ, അതിനാണ് ഇവിടെ സർക്യൂട്ടിനെ മെയ്ക്ക് ആൻഡ് ബ്രേക്ക് ചെയ്യാം. പ്രൈമറി സർക്യൂട്ടിനെയും സെക്കൻഡറി സർക്യൂട്ടിനെയും മെയ്ക്ക് ആൻഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി സർക്യൂട്ടിലാണ് നമ്മുടെ ഇഗ്നിഷൻ കോയിലിൻ്റെ പ്രൈമറിയിലാണ് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൈമറീനെ മെയ്ക്ക് ആൻഡ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഈ ഇഗ്നിഷൻ കോയിലിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഈ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡറിയിലേക്ക് ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്കത് സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടർ. ഡിസ്ട്രിബ്യൂട്ടർ ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ്റെ കേസിലാണ് ഉണ്ടാവുക. ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ്റെ കേസിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആവശ്യമില്ല. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ, ഫോർ എക്സാമ്പിൾ 4 സിലിണ്ടർ എഞ്ചിനൊക്കെ ആണെങ്കിൽ ആ 4 സിലിണ്ടറിലേക്കും ഒരേ സമയത്തല്ല നമ്മൾ സ്പാർക്ക് കൊടുക്കേണ്ടത്. ഓരോ സിലിണ്ടറിലും കംപ്രഷൻ സ്ട്രോക്കിൻ്റെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് ഓരോ സിലിണ്ടറിൻ്റെ അകത്തും കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻ്റെ എപ്പോഴാണ് വരുന്നത് അതിനനുസരിച്ച് സ്പാർക്കിന് ആവശ്യമായിട്ടുള്ള ആ സ്പാർക്ക് പ്ലഗിലേക്കുള്ള കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ കേസിലാവുമ്പോൾ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് 1, 3, 4, 2 ആണ്. ഒരു ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ട് 2 സർക്യൂട്ടുകളുണ്ട്. ഒന്ന് പ്രൈമറി സർക്യൂട്ട്, രണ്ടാമത്തത് സെക്കൻഡറി സർക്യൂട്ട്. ഈ പ്രൈമറി സർക്യൂട്ടിൽ അടങ്ങിയത് നമ്മൾ ബാറ്ററി, നെക്സ്റ്റ് ഇഗ്നിഷൻ സ്വിച്ച്, ഇഗ്നിഷൻ കോയിലിൻ്റെ പ്രൈമറി വൈൻഡിങ്സ്, നെക്സ്റ്റ് കണ്ടൻസർ ആൻഡ് കോണ്ടാക്ട് ബ്രേക്കർ. ഇത്രയും അടങ്ങിയതാണ് പ്രൈമറി സർക്യൂട്ട്. പ്രൈമറി സർക്യൂട്ട് ബാറ്ററി, ഇഗ്നിഷൻ സ്വിച്ച്, പ്രൈമറി വൈൻഡിങ്സ് ഓഫ് ഇഗ്നിഷൻ കോയിൽ, നെക്സ്റ്റ് കണ്ടൻസർ, കോണ്ടാക്ട് ബ്രേക്കർ, ഇത്രയും. അപ്പോൾ ഈ പ്രൈമറി വൈൻഡിങ് ഓഫ് ഇഗ്നിഷൻ കോയിലിൻ്റെ പ്രൈമറി വൈൻഡിങ്സിൽ നമുക്ക് ഫ്യൂ ടേൺസ് ആണ്, തിക്ക് വയറിൻ്റെ ഫ്യൂ ടേൺസ് ആണ് ഉണ്ടാവുക. ഒരു ഇഗ്നിഷൻ കോയിലിൻ്റെ
പ്രൈമറി വൈൻഡിങ്സിൽ എപ്പോഴും ഫ്യൂ നമ്പർ ഓഫ് ടേൺസ് ഉള്ള വൈൻഡിങ്സ് ആണ് ഉണ്ടാവുക. എന്നാൽ സെക്കൻഡറിയിൽ ഒരുപാട് ടേൺസ് ഉള്ള വൈൻഡിങ് ആണുള്ളത്. പ്രൈമറിയിൽ, കാരണം ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്, അപ്പോൾ നമുക്ക് പ്രൈമറി കോയിലിൽ കുറച്ച് എണ്ണമുള്ള തിക്കായിട്ടുള്ള വയറും സെക്കൻഡറി കോയിലിൽ ഒരുപാട് എണ്ണമുള്ള തിന്നായിട്ടുള്ള വയറുമാണ് കൊടുത്തിട്ടുണ്ടാവുക. പ്രൈമറിയിൽ സാധാരണ ഒരു 200 to 300 ടേൺസ് ആണ് ഉണ്ടാവുക. എന്നാൽ സെക്കൻഡറിയിൽ അത് 21,000ഓളം ടേൺസ്, അത്രയും ടേൺസ് ഈ കോയിലുണ്ടാവും. അത് എന്തിനാണ് അത്രയും ടേൺസ് കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് 12 വോൾട്ടിന് ഏകദേശം 25,000 അല്ലെങ്കിൽ 28,000, 20,000 എബവ് 20 to 30,000 അത്രയും ഹൈ വാല്യൂ ഉള്ള വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് സെക്കൻഡറിയിൽ ഇത്രയും നമ്പർ ഓഫ് ടേൺസ് വൈൻഡിങ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഒരു ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ ബാറ്ററിയാണ് പവർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് നേരെ നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൈമറി വൈൻഡിങ്സിലേക്ക് ആ കറണ്ട് എത്തും. നമ്മൾ ഇനീഷ്യലി കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എൻജിൻ ക്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മോട്ടോർ ഉപയോഗിച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം ഫ്ലൈ വീലിന്. അപ്പോഴാണ് പിസ്റ്റൺ ഒക്കെ ചലിക്കാൻ തുടങ്ങുക. അപ്പോൾ പിസ്റ്റൺ ചലിക്കുമ്പോൾ പിസ്റ്റന് സക്ഷൻ സ്ട്രോക്ക് വരും. സക്ഷൻ സ്ട്രോക്കിൽ അഥവാ ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്കിൽ ഓരോ സിലിണ്ടറിലും സക്ഷൻ, കംപ്രഷൻ, പവർ ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക് വരികയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറിനെ എൻജിൻ്റെ അകത്തേക്ക് സക്ക് ചെയ്ത് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലാണ് നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ ഈ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കും. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ നമുക്ക് എപ്പോഴാണോ സ്പാർക്ക് കൊടുക്കുന്നത് ആ ഒരു നിമിഷത്തിലാണ് ഈ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ആവുന്നത്. ആ സമയത്ത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് വരുന്ന ഹൈ ഇതിലുള്ള കറണ്ട് ഈ കണ്ടൻസർ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ട് നേരെ ഈ സർക്യൂട്ട് ബ്രേക്ക് ആവുകയാണ്. അഥവാ നമ്മൾ പ്രൈമറി സർക്യൂട്ട് ബ്രേക്കായി പിന്നെ നമുക്കുള്ളത് സെക്കൻഡറി വൈൻഡിങ് ഉള്ള ആ ഒരു സർക്യൂട്ടാണ് പിന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രൈമറിയിൽ നിന്നുള്ള വോൾട്ടേജ് നേരെ ഈ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കൊളാപ്സ് ചെയ്തിട്ട് നേരെ സെക്കൻഡറിയിലേക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിൽ ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് നേരെ കറണ്ട് പ്രൈമറി വൈൻഡിങ്സിൽ വരും. ആ പ്രൈമറി വൈൻഡിങ്സിൽ അതൊരു കോയിലായതുകൊണ്ട് തന്നെ അതിലൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഈ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതൊരു മാഗ്നറ്റിക് കോറ്, ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് കോറും അതിൽ പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ആണ്. അപ്പോൾ ഇതിലേക്കുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ പ്രൈമറിയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം അത് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ചാണ് സെക്കൻഡറിയിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഡയറക്റ്റ് കറണ്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കറണ്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ക്ലോസ്ഡ് ആയ സമയത്ത് ഇതിൽ ഡയറക്റ്റ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രൈമറിയിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ മാഗ്നറ്റിക് ഫ്ലക്സ് ജസ്റ്റ് ആ സെക്കൻഡറി വൈൻഡിങ്സിൽ തട്ടിയത് കൊണ്ട് അതിൽ കറണ്ട് ഉണ്ടാവില്ല. അതെന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഫാരഡേസ് ലോ പഠിച്ചിരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കോയിലുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്യണം. അപ്പോഴാണ് ഇവിടെ ഈ സർക്യൂട്ട് ബ്രേക്ക് ആയത് ആ ഒരു
കണ്ടൻസറിലേക്ക് കറണ്ട് അബ്സോർബ് ചെയ്തിട്ട് നേരെ തിരിച്ച് കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ സെക്കൻഡറിയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറീൻ്റെ വൈൻഡിങ്സ് വളരെ എണ്ണം കൂടുതലായതുകൊണ്ട് അവിടെ വോൾട്ടേജ് വളരെ അധികം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് കംപ്രഷൻ ഒരു സിലിണ്ടർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ സിലിണ്ടറാണ് നമ്മൾ കംപ്രഷൻ സ്റ്റോക്ക് എത്തിയില്ലെങ്കിൽ അപ്പോൾ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് അതിനനുസരിച്ച് നമ്മൾ ക്യാം സെറ്റ് ചെയ്തിട്ട് ആ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ക്യാമിൽ തന്നെയാണ് ഉണ്ടാവുക. അത് എൻജിന് നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ സിലിണ്ടർ നമ്മൾ കംപ്രഷൻ സ്റ്റോക്ക് സെക്ഷൻ സ്റ്റോക്ക് കഴിഞ്ഞ് കംപ്രഷൻ സ്റ്റോക്കിലെത്തുമ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സിൻ്റെ ക്യാം ഓപ്പറേറ്റ് ചെയ്തിട്ട് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് അഥവാ സി ബി പോയിൻ്റ് എന്ന് പറയും, അത് ഓപ്പൺ ചെയ്യും. ആ സി ബി പോയിൻ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരെ പ്രൈമറി കണ്ടൻസറിലേക്ക് കറണ്ട് പോകും. ആ കണ്ടൻസർ അത് അബ്സോർബ് ചെയ്ത് തിരിച്ച് പ്രൈമറിയിലേക്ക് തന്നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറണ്ട് കൊടുക്കും. അപ്പോൾ അത് നേരെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. അത് സെക്കൻഡറിയിൽ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന അത് എന്താണ്, അതിന് നമ്പർ ഓഫ് ടേൺസ് ഹൈ ആയതുകൊണ്ട് തന്നെ അത് വളരെ ഹൈ വോൾട്ടേജ് അഥവാ 21,000-ഓളം ടേൺസ് സെക്കൻഡറിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 28,000 to 30,000 റേഞ്ച് വരെ ഹൈ വോൾട്ടേജ് നമ്മൾ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യും. അത് നേരെ ഡിസ്ട്രിബ്യൂട്ടർ വഴി ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടോർ, അപ്പോൾ ഏത് സ്പാർക്ക് പ്ലഗിലേക്കാണോ കറണ്ട് കൊടുക്കേണ്ടത്, ആ ഒരു ഏത് സിലിണ്ടറിലാണോ കംപ്രഷൻ സ്റ്റോക്ക് അതിനനുസരിച്ചായിരിക്കും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടോർ ആ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ കേബിളിലേക്കുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഫസ്റ്റ് സിലിണ്ടർ ആണെങ്കിൽ നേരെ നമ്മൾ ഹൈ വോൾട്ടേജ് ഈ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ സ്പാർക്ക് പ്ലഗിലേക്ക് പോയി ആ സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്രൗണ്ട് ഇലക്ട്രോഡിൻ്റെയും സെൻട്രൽ ഇലക്ട്രോഡിൻ്റെയും ഇടയിൽ ഇത്രയും ഹൈ വോൾട്ടേജ് എത്തുന്ന സമയത്ത് അവിടെ സ്പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ സ്പാർക്ക് ഉപയോഗിച്ചിട്ട് ഫ്യൂവൽ ഇഗ്നിഷൻ എയർ ഫിൽ മിക്സ്ചറിനെ ഇഗ്നൈറ്റ് ചെയ്തിട്ട് ആ എൻജിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വർക്കിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതിൻ്റെ പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടുമാണ്. പ്രൈമറി സർക്യൂട്ടിൽ 12 വോൾട്ട് ബാറ്ററി, അമ്മീറ്റർ നമ്മൾ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അമ്മീറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതിലും ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് അല്ല. അമ്മീറ്റർ എന്ന് പറയുന്നത് ഇത് ഈ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അഥവാ ബാറ്ററിൻ്റെ കറണ്ടിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇഗ്നീഷൻ സ്വിച്ച്, പ്രൈമറി വൈൻഡിങ് ഓഫ് ഇഗ്നീഷൻ കോയിൽ. ആ പ്രൈമറി വൈൻഡിങ്ങിൽ ഏകദേശം 200 to 300 തിക്ക് വയറാണ് ഉണ്ടാവുക. പിന്നെ കണ്ടൻസർ, കോണ്ടാക്ട് ബ്രേക്കർ, ഇത്രയും അടങ്ങിയതാണ് പ്രൈമറി സർക്യൂട്ട്. നെക്സ്റ്റ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ് ഓഫ് ഇഗ്നിഷൻ കോയിൽ, ഡിസ്ട്രിബ്യൂട്ടർ, സ്പാർക്ക് പ്ലഗ്, ഇതടങ്ങിയതാണ്. അപ്പോൾ ഇഗ്നിഷൻ കോയിലിൻ്റെ പ്രൈമറി വൈൻഡിങ്ങും പിന്നെ മറ്റു ബാറ്ററിയും കോണ്ടാക്ട് ബ്രേക്കർ, കണ്ടൻസർ ഇതടങ്ങിയതാണ് പ്രൈമറി, അഥവാ ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ചെറിയ 12 വോൾട്ട് പാസ് ചെയ്യുന്ന ആ ഒരു ഏരിയ, അതാണ് പ്രൈമറി സർക്യൂട്ട്. എന്നാൽ സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് പാസ് ചെയ്യുന്ന ഏരിയ, അഥവാ സെക്കൻഡറി വൈൻഡിങ് ഓഫ് ഇഗ്നിഷൻ കോയിൽ, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ, സ്പാർക്ക് പ്ലഗ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രൈമറി നമ്മൾ എൻജിൻ ക്രാങ്ക് ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്ത് എൻജിൻ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ആൾറെഡി ക്ലോസ്ഡ് ആയിരിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ പ്രൈമറി വൈൻഡിങ്സിലേക്ക് കറണ്ട് പാസ് ചെയ്യും ഇഗ്നിഷൻ കോയിലിൻ്റെ. അത് ലോ വോൾട്ടേജ് കറണ്ട് ആയിരിക്കും പ്രൈമറി വൈൻഡിങ്ങിലേക്ക് പാസ് ചെയ്യുക. ഇനി കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. ആ സിലിണ്ടറിൻ്റെ എത്ര നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് അനുസരിച്ചാണ് ഒരു ഇത് ഓപ്പൺ ചെയ്യുന്നത്, അഥവാ ഓരോ സിലിണ്ടറിലും കംപ്രഷൻ സ്റ്റോക്കിൻ്റെ എൻ്റെ എത്തുമ്പോൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ ഒരു റവല്യൂഷനിൽ 1 റവല്യൂഷൻ 4 ടൈംസ് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്യും. കാരണം 4 സിലിണ്ടറിലേക്കും സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കൊളാപ്സ് ചെയ്തിട്ട് ഈ സെക്കൻഡറിയിൽ ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് നേരെ
അതിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഏകദേശം 21,000 ടേൺസ് ഉണ്ടായതുകൊണ്ട് 28,000 to 30,000 വരെ ഹൈ വോൾട്ടേജ് അതിൽ ക്രിയേറ്റ് ചെയ്യും. ആ വോൾട്ടേജ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ റോട്ടോർ വഴി സ്പാർക്ക് പ്ലഗ് ഏത് സിലിണ്ടറിലാണോ കംപ്രഷൻ സ്റ്റോക്ക് ഉള്ളത് അതിൻ്റെ ആ ഒരു സിലിണ്ടറിൽ സ്പാർക്ക് പ്ലഗിലേക്ക് ആ ഹൈ കറണ്ട് എത്തിയിട്ട് അതിൻ്റെ ഗ്രൗണ്ട് ഇലക്ട്രോഡിൻ്റെയും സെൻട്രൽ ഇലക്ട്രോഡിൻ്റെ ഇടയിൽ ആ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ എൻജിൻ വർക്ക് ചെയ്യുന്നത് SI എൻജിൻസ്. അപ്പോൾ ഇതിൽ ഒരു 4 സിലിണ്ടർ എൻജിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എൻജിൻ്റെ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് അഥവാ ഏത് സിലിണ്ടറാണോ കംപ്രഷൻ സ്റ്റോക്ക് ഒന്ന് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ഓർഡറാണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം 4 സിലിണ്ടർ എൻജിനാണെങ്കിൽ ആദ്യം 1ാമത്തെ സിലിണ്ടർ, പിന്നെ 3ാമത്തെ സിലിണ്ടർ, പിന്നെ 4ാമത്തെ, പിന്നെ 2ാമത്തെ 1 3 4 2 എന്നുള്ള റേഞ്ചിലാണ് സ്പാർക്ക് കൊടുക്കുന്നത്. ആ 1 3 4 2 എന്നുള്ള ഓർഡറിലാണ് ആ ഒരു 4 സിലിണ്ടർ എൻജിനാണെങ്കിൽ ആ 4 സിലിണ്ടേഴ്സിലും കംപ്രഷൻ സ്റ്റോക്ക് വരുന്നത്. അതിനനുസരിച്ച് അതിൽ സ്പാർക്ക് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ 6 സിലിണ്ടർ എൻജിനാണെങ്കിൽ അത് 1 5 3 6 2 4 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഫയറിംഗ് ഓർഡർ വരുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.